CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള രണ്ട് അപ്ഡേറ്റുകളും കൂടാതെ തന്നെ മറ്റ് ISL അപ്ഡേറ്റുകളുമാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ഒരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് യുടെ പുതിയ ഗോൾ കീപ്പറെ കുറിച്ചാണ്. നമുക്കറിയാം, ഈ അടുത്തായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് FCയിൽ നിന്നും കരൺജിത് സിംഗ് എന്ന ഒരു സൂപ്പർ ഗോൾ കീപ്പർ വിരമിച്ചിട്ടുണ്ടായിരുന്നത്. സച്ചിൻ സുരേഷിന് പരിക്ക് പറ്റിയ സാഹചര്യത്തിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കരൺജിത് സിംഗിനെ ഫസ്റ്റ് നമ്പർ ഗോൾ കീപ്പറായി ചോയ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേസമയം ലാറ ശർമ്മ അപ്പോഴും ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിൽ അഥവാ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പർ സ്ഥാനത്ത് നിൽക്കുക തന്നെയായിരുന്നു. ശേഷം കരൺജിത് സിംഗ് വിരമിച്ചതിന് ശേഷമായിരുന്നു ലാറ ശർമ്മയെ കേരള ബ്ലാസ്റ്റേഴ്സ് FC കളിക്കളത്തിലേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. വളരെ നല്ല പ്രകടനം തന്നെയായിരുന്നു ലാറ ശർമ്മ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത ISLന്റെ 11ാം സീസണിന്റെ തുടക്കത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ സൂപ്പർ ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷിനെ നമുക്ക് ചിലപ്പോൾ മാത്രമേ കളിക്കളത്തിൽ കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ അടുത്ത ISLന്റെ 11ാമത്തെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് ഒരു ഗോൾ കീപ്പറെ കൂടി ടീമിലേക്ക് എത്തിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. നിലവിൽ ഏതായാലും KBFC എക്സ്ട്രാ എന്നൊരു എക്സ് അക്കൗണ്ട് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ ഒരു ആഴ്ചക്കകം തന്നെ പുതിയ ഗോൾ കീപ്പറുടെ സൈനിങ് പൂർത്തിയാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാണ്. ഇനി അടുത്തൊരു വാർത്ത എന്നുള്ളതും ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായ ലാറ ശർമ്മയെ കുറിച്ചാണ്. നിലവിൽ ഏതായാലും പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകളിലെല്ലാം നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്ത ISLന്റെ 11ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് വേണ്ടിയിട്ട് ഗോൾ കീപ്പർ സ്ഥാനത്ത് ലാറ ശർമ്മ ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. ബംഗളൂരു FCയിൽ നിന്ന് ഒരു വർഷത്തെ ലോൺ ഡീലിലായിരുന്നു ലാറ ശർമ്മയെ കേരള ബ്ലാസ്റ്റേഴ്സ് FC ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. താരത്തെ ബ്ലാസ്റ്റേഴ്സ് സ്ഥിര കരാറിലല്ല സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാറ ഈ ഒരു സീസൺ അവസാനം 2 മത്സരങ്ങളിൽ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിനായി കളിച്ചിട്ടുമുണ്ടായിരുന്നത്. ഏതായാലും ടാറ്റ ഫുട്ബോൾ അക്കാദമിയിലൂടെ വളർന്നു വന്ന ഒരു താരം തന്നെയായിരുന്നു ലാറ ശർമ്മ എന്ന സൂപ്പർ താരം. 25 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു സൂപ്പർ താരം ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് FCയിൽ തുടരില്ല എന്ന് ഏകദേശം ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. കാരണം താരത്തിന് ഈ ഒരു ടീമിൽ അധികമൊന്നും ചാൻസ് കിട്ടുന്നില്ല എന്ന് തന്നെയാണ്. ഏതായാലും ഇനി ലാറ ശർമ്മ ഏത് ടീമിലേക്കാണ് പോവുക എന്ന് ഇതുവരെ ആയിട്ടും വ്യക്തമായിട്ടില്ല. ബ്ലാസ്റ്റേഴ്സ് ഈ വരുന്ന ആഴ്ചയിൽ ഒരു പുതിയ ഗോൾ കീപ്പറെ സൈൻ ചെയ്യുമെന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാവുന്നതുമാണ്. ഇനി ഏതായാലും അടുത്തൊരു വാർത്ത എന്നത് സെർജിയോ ലൊബേര എന്ന പരിശീലകനെ കുറിച്ചാണ്. നമുക്കറിയാം, ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതിയ പരിശീലകനൊക്കെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സെർജിയോ ലൊബേര ചിലപ്പോൾ വന്നേക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന റൂമറുകൾ നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നിലവിൽ ഏതായാലും ഇപ്പോൾ ISL അഥവാ ISL ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒഡീഷ FC ISLന്റെ 11ാം സീസണിലേക്ക് വേണ്ടിയിട്ട് സെർജിയോ ലൊബേര എന്ന സൂപ്പർ പരിശീലകന് ഒരു പുതിയ മൾട്ടി ഇയർ കോൺട്രാക്ട് മുമ്പിലേക്ക് വെക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ സെർജിയോ ലൊബേരോ ആ ഒരു കോൺട്രാക്ട് ഒപ്പിടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് എന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും സെർജിയോ ലൊബേരോ ഇനി നമുക്ക് ഒഡീഷ FCയുടെ പരിശീലകനായി കാണാൻ സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഏതായാലും ചുരുക്കി പറയുകയാണെങ്കിൽ അടുത്ത ISLന്റെ 11ാം സീസണിലേക്ക് വേണ്ടിയിട്ട് വമ്പൻ ഒരുക്കങ്ങൾ തന്നെയാണ് ISLലെ എല്ലാ ടീമുകളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ സൈനിങ്ങിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.